ഹലോ, വെൽക്കം ബാക്ക് ടു നാട്ടുരുചി. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. പിന്നെ നമുക്കറിയാലോ, ലെമൺ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. വൈറ്റമിൻ സി റിച്ച് ആണ്. മാത്രമല്ല ഈ സമയത്ത് ഈ അസുഖങ്ങളുടെ ഒക്കെ കാലത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ ഈ ടേസ്റ്റിയായ ലഞ്ച് എങ്ങനെ റെഡിയാക്കാമെന്ന്. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി പരിപ്പൊക്കെ ചെറുതായി ഒന്ന് കളർ മാറി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ ഒരു കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റോളം ഇങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും കടലയൊക്കെ ഇതേപോലെ പൊട്ടി വരും. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് 3-4 പച്ചമുളക് കീറിയതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കാം. 2-3 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റോളം ഇങ്ങനെ വഴറ്റി അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതേ ചൂടിൽ ഇങ്ങനെ വഴറ്റാം. ഇതിലേക്ക് ഇനി വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പ് അരി വേവിച്ചെടുത്തതാണ്. അരി വേവിക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത ചോറാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇതിനു വേണ്ടി നല്ല ഇനം പച്ചരിയോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ഒക്കെയാണ് ഏറ്റവും നല്ലത്. കുത്തരിയിലൊന്നും ഇത് അത്രയ്ക്ക് ടേസ്റ്റ് കാണില്ല. ചോറ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങ നീരാണ്. നല്ല നീരൊക്കെയുള്ള നാരങ്ങയാണെങ്കിൽ 1.5 മുതൽ 2 നാരങ്ങ വരെ നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. ആവശ്യമായ ഉപ്പും ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നന്നായി ഒന്ന് യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റൈസ് അങ്ങനെ പെട്ടെന്നൊന്നും കേടായി പോവുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പൊതിഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണിത്. ഇത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കോക്കനട്ട് ചട്നിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ ലെമൺ റൈസ് റെസിപ്പി ഇഷ്ടമായില്ലേ? എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ ഈസിയും ടേസ്റ്റിയുമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.